الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فإذا فرغت فانصب وإلى ربك فارغب പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു സത്യവിശ്വാസി നിരന്തരം അള്ളാഹുവിനെ ആരാധിക്കുന്നവനായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുവോളം. യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ്. മരണം കടന്നു വരുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ്. അപ്പോൾ വിശ്വാസികളായ നമ്മുടെ കടമയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇബാദത്തുകൾ ചെയ്യുക, ആരാധനകൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഞാൻ ഓതിവെച്ച വചനം എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്, സൂറത്തു ശറഹിലെ ആയത്താണ്. അല്ലാഹു പറഞ്ഞത് ഫഇദാ ഫറഗത ഫൻസബ് വഇല റബ്ബിക ഫറഗബ്, നിനക്കൊഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം നീ സമർപ്പിക്കുകയും ചെയ്യുക. ഈ ആയത്തുകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് വിശ്വാസി നിരന്തരം ആരാധനകളിൽ മുഴുകേണ്ടവനാണ് എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായി നമ്മൾ നിരന്തരം നമസ്കരിക്കുന്ന ആളുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ നമസ്കാരത്തിൻ്റെ സമയത്ത് ആ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ദിക്റുകൾ, അത് പതിവായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മറ്റുള്ള ആരാധനകൾ അതെല്ലാം വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിരന്തരമുള്ള ആരാധനകൾക്ക് പുറമെ ചില പ്രത്യേകമായ സമയങ്ങൾ, ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ, ചില പ്രത്യേകമായ സ്ഥലങ്ങൾ, ദിവസങ്ങൾ, അതിനെയെല്ലാം ആദരിക്കുകയും അവർക്ക് മഹത്വമുണ്ട് എന്ന് നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിരന്തരമുള്ള ആരാധനകൾക്ക് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ബഹുമാനിച്ച പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞ സമയങ്ങളെയും സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും ആദരിക്കാനും വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രത്യേകമായ ആദരവ് കൽപ്പിച്ച ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറെ പവിത്രതയുള്ള, ഏറെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിവസങ്ങളാണ്. ഒന്നാമത് ഈ മാസത്തിന് തന്നെ പ്രത്യേകതയുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 12 എണ്ണമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയ മാസങ്ങൾ. അതിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ തന്നെ റജബ് മാസം. ഈ 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ, മറ്റു മാസങ്ങൾക്കില്ലാത്ത ശ്രേഷ്ഠതകൾ ഈ 4 മാസങ്ങൾക്കുണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുള്ള മാസം എന്ന് പറയുന്നത്, ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ച, ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ മാസമാണ്. ഈ മാസത്തെ ആദരിക്കാൻ, ഈ മാസത്തെ ബഹുമാനിക്കാൻ, ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിശ്വാസികളായ ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. ഇത് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്. പവിത്രമായ മാസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലഘട്ടം അത്തരം ഒരു കാലഘട്ടമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തെ ബഹുമാനിക്കണം, റമദാനിനെ ആദരിക്കണം. റമദാനിൽ തന്നെ ഖുർആൻ അവതീർണമായ ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ആ രാത്രിക്ക് പ്രത്യേകതയുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ് അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ആ ദിവസത്തെ ലൈലത്തുൽ ഖദ്റിനെ വിശ്വാസികൾ ആദരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. മുഹറം മാസം അത് പവിത്രമായ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഫ്ദലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. റസൂലുള്ളാഹിയുടെ അധ്യാപനമാണ്. വഅഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ്, ഖിയാമുൽ ലൈലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, വിശുദ്ധ ഇസ്ലാമിൽ, പരിശുദ്ധ ദീനിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന ആരാധനകൾക്ക് പുറമെ മറ്റു പലതിനും ആദരവുകൾ, പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. മക്കക്കും മദീനക്കും പ്രത്യേകതയുണ്ട്. മറ്റുള്ള നാടുകൾ പോലെയല്ല. ബൈത്തുൽ മുഖദ്ദസിന് പ്രത്യേകതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം മക്കയെ പരിശുദ്ധമാക്കി, മക്കയെ, ഹറമിനെ അദ്ദേഹം പരിശുദ്ധമാക്കി. അതുകൊണ്ട് തന്നെ ആ മക്കയെ ഇബ്രാഹിം നബി പരിശുദ്ധമാക്കിയതുപോലെ പരിശുദ്ധമായ മദീനയെ ഞാൻ പവിത്രമാക്കിയിരിക്കുന്നു, പ്രത്യേകതയുള്ള സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. 3 പള്ളികളിലേക്ക് മാത്രമാണ് പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറമിലേക്കാണ്, 2 മസ്ജിദുൽ നബവിയിലേക്കാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ പലതിനും പ്രത്യേകതകളുണ്ട്, പലതിനും ശ്രേഷ്ഠതകളുണ്ട്. ആ ശ്രേഷ്ഠതയുള്ള, ഏറെ പവിത്രതയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പ്രഭാതം തന്നെയാണ് സത്യം, 10 പിന്നെ രാത്രികൾ തന്നെയാണ്, വലയാലിൽ 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 ദിവസങ്ങൾ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ ഈ 10 ദിവസങ്ങൾ ഏതാണ്? മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വലയാലിൽ അശ്ർ. ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ മുറാദു ബിഹ അശ്റു ദിൽഹിജ്ജ. ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വ ഇബ്നു സുബൈർ വ മുജാഹിദ് വ ഗൈറു വാഹിദിൻ മിന സലഫി വൽ ഖലഫ്. സലഫുകളും മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ ആളുകളും പറഞ്ഞ, എല്ലാവരും ഏകോപിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അതേപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസം അത് ദുൽഹിജ്ജയിലെ 10 ദിവസമാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്താൽ അത് മഹത്വമുള്ളതാണ്, അത് പ്രത്യേകതയുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സത്യം ചെയ്ത, അല്ലാഹു ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ ദുൽഹിജ്ജ മാസത്തിലെ 2ാമത്തെ ദിവസത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞു, അഫ്ദലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശർ. സുബ്ഹാനല്ലാഹ്, എന്താ വാചകം? ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതേത് ദിവസമാണ്? ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിലെ ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളത് ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ 10 ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഈ 10 ദിവസങ്ങൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന ആരാധനകൾ എത്രയാണ്? യൗമു തർവിയ. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ആരംഭിക്കുന്ന ദിവസമാണ്. ദുൽഹിജ്ജ 8-നാണ് യൗമു തർവിയ എന്ന് പറയാം. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹാജിമാരായ ആളുകൾ ഹജ്ജിനുള്ള ഒരുക്കം നടത്തിയിരുന്ന ദിവസമാണ്. അവര് വെള്ളം ശേഖരിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമു തർവിയ എന്ന പേര് വന്നത്. ആ ഹജ്ജ് തുടങ്ങുന്ന ദിവസം ഈ 10 ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ യൗമു അറഫ. അറഫ ദിവസം എവിടെയാണുള്ളത്? ഈ 10 ദിവസങ്ങളിലാണ്. ദുൽഹിജ്ജ 9-നാണ് അറഫ ദിനമുള്ളത്. അത് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പോകേണ്ട കുറെ ആൾക്കാരെ പിടിച്ച് സ്വർഗത്തിലാക്കുന്ന ദിവസമാണ്. അല്ലാഹു ഭൂമിയുടെ സമീപത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. അല്ലേ? അറഫയിലെ പ്രാർത്ഥനയുടെ മഹത്വം നമുക്കറിയാം. അപ്പൊ അത് ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. യൗമുൻ നഹർ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ബലിയുടെ ദിവസമാണ്, ബലിയറുക്കുന്ന ദിവസം. അത് ദുൽഹിജ്ജ 10-ആണ്. അല്ലെങ്കിൽ ഹജ്ജുൽ അക്ബർ എന്ന് വേണമെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് പറയാം, അത് ദുൽഹിജ്ജ മാസത്തിലാണ്. അപ്പൊ ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള, പുണ്യങ്ങളുള്ള, മഹത്വമേറിയ ദിനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെന്ന് പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല. ഈ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഹാജിമാരായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യനും ഈ ദിവസങ്ങളെ ആദരിക്കാനും അതിൽ പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മളുള്ള സമയം ശ്രേഷ്ഠമായ സമയമാണ്. അല്ലാഹു പവിത്രമാക്കിയ ദിവസങ്ങളാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ പറയുകയാണ്, മൽ അമലു ഫീ അയ്യാമിൽ അശരി അഫ്ദല മിനൽ അമലി ഫീ ഹാദിഹി قالوا ولا الجهاد قال ولا الجهاد إلا رجلا خرج يخاطر بنفسه وماله فلم يرجع بشيء. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. എന്താ പറഞ്ഞ വാചകം? എന്താ? നമ്മൾ ഈ 10 ദിവസങ്ങൾ, ഇന്നലെയും അതേപോലെ തന്നെ ഇന്നലെ മുതൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം ദുൽഹിജ്ജ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളെക്കാൾ വേറെ ഏതൊരു സമയത്ത് നമ്മൾ സൽക്കർമ്മം ചെയ്താലും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൽക്കർമ്മം. അപ്പൊ ഈ സമയം നിസാരമാണോ? ഈ സമയത്ത് നമ്മൾ ഗൗനിക്കാതെ പോകാൻ പാടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ്. എന്താ പ്രത്യേകത? എന്താ? ഈ സമയങ്ങളിൽ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ലോകത്ത് മറ്റ് ഏതൊരു ദിവസം ചെയ്ത സൽക്കർമ്മങ്ങളെക്കാൾ പ്രത്യേകതയുള്ള സൽക്കർമ്മങ്ങളായി, ശ്രേഷ്ഠതയുള്ള കർമ്മങ്ങളായി ഈ സൽക്കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാകും, റമദാനിലെ അവസാനത്തെ 10 മഹത്വമുള്ളതല്ലേ? ശരിയാണ്, റമദാനിൽ അവസാനത്തെ 10 മഹത്വമുള്ളതാണ്. അതിനെ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചത്, റമദാനിൽ അവസാനത്തെ 10 പകലുകളേക്കാൾ, വാചകങ്ങൾ ശ്രദ്ധിക്കണം, റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾ. ദുൽഹിജ്ജയിലെ പകലുകൾക്കാണ് റമദാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളെ രാത്രിയേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത വരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന, എല്ലാ ആരാധനകളും ഒരുമിച്ച് ചേരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് ഈ 10 ദിവസമാണ്. വേറെ എവിടെ അത് ഉണ്ടാവുന്നില്ല. റമദാൻ ആകട്ടെ, മറ്റുള്ള ഏത് മാസമാകട്ടെ, ആ മാസങ്ങളിലൊന്നും
ഇസ്ലാമിലെ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്നില്ല. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വല്ലദി യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസി അശരി ദിൽ ഹിജ്ജ ഇംകാനു ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദത്തി ഫീഹി. എല്ലാ ഇബാദത്തുകളും അത് വഹിയ അസ്സലാ വസ്സൗം വസ്സദഖ വൽ ഹജ്ജ്, ഇങ്ങനെയുള്ള ഇസ്ലാം നിർബന്ധമാക്കിയ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ ആരാധനകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഏത് സമയം? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. കാരണം ഈ സമയത്താണ് ഹജ്ജ് ഉള്ളത്. ഇത് ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജ് ആരംഭിക്കുന്ന ദിവസം ദുൽഹിജ്ജയിലാണ്. അതുകൊണ്ടാണ് എല്ലാ ആരാധനകളും സമ്മേളിക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകത വന്നത് എന്ന് ഫതഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഷൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ ജീവിച്ച പ്രമുഖനായ സലഫി പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ്. റമദാനിൽ നിസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ പുണ്യേതിനുണ്ട്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിനുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചകളേക്കാൾ ശ്രേഷ്ഠകരമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് 2 വെള്ളിയാഴ്ച ലഭിക്കും. ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും ദുൽഹിജ്ജയിലാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മറ്റുള്ള ഈ മാസങ്ങളിലെ ബാക്കിയുള്ള മുഴുവൻ വെള്ളിയാഴ്ചകളിലേക്കാളും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തിൽ ഹിജ്റ വർഷം 1446 ഈ 1446 ഏറ്റവും ശ്രേഷ്ഠകരമായ 2 ജുമാ ദിവസം ഉണ്ട്. അതേതാ? അതൊന്ന് ഈ ദിവസമാണ്, ഇന്നാണ്. ഒന്ന് അടുത്ത വെള്ളിയാഴ്ചയാണ്. അതിനാണ് ഏറ്റവും മഹത്വമുള്ളത്. അപ്പൊ ഇങ്ങനെ മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാകുക. അപ്പൊ നമ്മൾ ഈ ഖുത്ബ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലാണ് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ. അതുകൊണ്ടാണ് സലഫുകളായ ആളുകളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവർ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയ ആൾക്കാരാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വകാന സഈദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹി. എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ സമാഗതമായാൽ താബി പണ്ഡിതന്മാരിലെ പ്രമുഖനാണ് മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തനിക്ക് കഴിയില്ലെന്ന് തോന്നുമാറ്, തനിക്ക് ആവില്ല, സാധിക്കുകയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. അത്രയും നന്മകളിൽ എന്ത് ചെയ്തിരുന്നു? അവർ മുന്നേറിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് നമ്മുടെ മുൻപിലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കണം, മറ്റുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, പവിത്രമായ സമയത്ത്, പവിത്രമായ ദിനങ്ങളിൽ, അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ച ദിവസങ്ങളിൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഒരു വിശ്വാസി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടയാളാണ്. ഹറാമുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇവിടെ ഒരു വര അള്ളാഹു വരച്ചിട്ടുണ്ട്. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു ഹലാലാക്കി തന്ന കാര്യമാണ് ഹലാലുകൾ. അതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ നബി പറഞ്ഞു വമാ ഹറമ ഫഹുവ ഹറാമുൻ. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ, അത് ഹറാമാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ മാത്രമാണോ ഞാൻ ചെയ്യുന്നത്? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ട് എങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അത് ഈ സമയത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് സമയങ്ങളിലും പാലിക്കേണ്ട ഹദീത്താണ് ഈ ഹദീത്ത് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹു റസൂലിന്റെ വാചകം ഞാൻ ഒന്നുകൂടെ പറയാ, അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു ഹലാലാക്കിയത് ഹലാലാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ നിഷിദ്ധമാണ്. അതിന്റെ കൂടെ നബി പറഞ്ഞു ചില വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചിട്ടുണ്ട്. അത് ആഫിയത്താണ്, അത് നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, അത് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആഫിയത്തുകളെ നിങ്ങൾ സ്വീകരിക്കുക. അതിന്റെ കൂടെ പറഞ്ഞു പടച്ചോനൊന്നും മറക്കൂല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പടച്ചോൻ മറക്കൂല. അത് നമ്മൾ പ്രത്യേകം അടിവരട്ട് മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമുകൾ കാണുന്നവരാണോ? നമ്മുടെ കാതുകൾ കൊണ്ട് ഹറാമുകൾ കേൾക്കുന്നവരാണോ? നമ്മുടെ കൈകൾ കൊണ്ട് ഹറാമുകൾ ചെയ്യുന്നവരാണോ? നമ്മുടെ കാലുകൾ കൊണ്ട് ഹറാമായ സ്ഥലത്തേക്ക് നടന്നു പോകുന്നവരാണോ? ഇവിടെ വരെ നമ്മൾ ചെയ്യുന്ന നിഷിദ്ധമാണ്.
അള്ളാഹുവിന്റെ താക്കീതിനെതിരാണ്. അതുകൊണ്ട് തന്നെ സജീവമായ ശ്രദ്ധ നമുക്ക് ആ മേഖലകളിൽ ഉണ്ടാകണം. ഹലാലുകൾ ചെയ്യുന്ന, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് പവിത്രമായ ഈ ദിവസങ്ങളിൽ ഹറാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. എത്ര നിസാരമായി കൊണ്ടാണ് ആളുകൾ പലിശയെ കാണുന്നത്. പലിശയുടെ ഗൗരവം എത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായ താക്കീത് നൽകിയ വിഷയമാണ് പലിശ എന്നുള്ളത്. ഹറാമല്ലേ അറിയാത്തത്? എന്നാൽ ഇന്ന് മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളായ ആളുകളെ ഒരു പ്രശ്നമുണ്ടായാൽ നേരെ ഓടുന്നത് ബാങ്കിലേക്കാണ് അല്ലേ. വിദ്യാഭ്യാസ ലോണ്, വീടുണ്ടാക്കാൻ ലോണ്, വാഹനം വാങ്ങാൻ, എല്ലാത്തിനും ലോണാണ്, പലിശയാണ്. EMI സംവിധാനം നോക്കൂ. നിങ്ങൾ അതൊക്കെ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുക. നമ്മുടെ സമ്പത്ത് 1 രൂപയാണ് നമ്മൾ പലിശ കൊടുക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് നിഷിദ്ധമാണ്. പലിശ വാങ്ങൽ മാത്രമല്ല, കൊടുക്കൽ ഹറാമാണ്. അപ്പൊ ഹറാമുകളില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ വീടിന്റെ ആധാരവും നമ്മുടെ വീട്ടിലെ ഭാര്യമാരുടെ സ്വർണവും നമ്മുടെ വീട്ടിലും അവരുടെ ശരീരത്തിലും ഉണ്ടാകണം. അല്ലെങ്കിൽ എടുത്തു വെച്ച സ്ഥലത്ത്, അത് ബാങ്കിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല. മനസ്സിലായി? അത് ബാങ്കിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വിൽക്കാം. നമ്മൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുക എന്നത് നിഷിദ്ധമായ മാർഗമാണ്. എൻ്റെ വാചകമല്ല, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. എത്രമാത്രം എന്നറിയോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരോട് പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞ് ഒഴിവാകും. ആ ചോദ്യങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറാകാത്ത രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾക്കാണ്. കാരണം അത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ആ ഗൗരവമുള്ള വിഷയത്തെ എത്ര നിസാരമായി കൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിലെ ആളുകൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വ്യഭിചാരത്തോട് അടുക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലേ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ മാത്രമല്ല, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അശ്ലീലതകളിലേക്ക് നോക്കുക എന്നുള്ളത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ആരുടെയൊക്കെ കണ്ണുകൾ അതിൽ നിന്ന് സുരക്ഷിതരാണ്? ആ ഹറാമിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫോൺ നമ്മുടെ നേരെ നമ്മൾ തിരിച്ചു പിടിക്കുക, മറ്റുള്ളവരിന്നൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ള ആരും കാണുന്നില്ല. ഞാൻ കാണുന്നത് ഞാൻ മാത്രമാണ് കാണുന്നത്. അതിന്റെ സ്ക്രീൻ എൻ്റെ കണ്ണിന്റെ നേരെയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നയാൾക്കറിയില്ല ആ ഫോണിൽ ഞാൻ എന്താ കാണുന്നത് എന്ന്. പക്ഷെ അറിയുന്ന ഒരാളുണ്ട് മുകളിൽ. നാം സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്ത് കൈവിരലുകൾ കൊണ്ട് അതിവേഗം തള്ളി നീക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ വിരലുകൾ സ്റ്റോപ്പ് ബട്ടൺ നിൽക്കുന്നത്? എവിടെയാണ് സ്ക്രീനിനെ നമ്മൾ പിടിച്ചു നിർത്തുന്നത്? ഏത് കാഴ്ചകൾക്ക് മുമ്പിലാണ് നമ്മുടെ വിരലുകൾ നിന്നു പോകുന്നത്? ആ കാഴ്ചകൾ ഹലാലാണോ ഹറാമാണോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. അത് ഹറാമാണ് എങ്കിൽ, നിഷിദ്ധമായതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരം കാഴ്ചകളോട് വിട പറയാൻ, അത്തരം കാഴ്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റിക്കിട്ടില്ല എങ്കിൽ നമ്മൾ ഹറാമുകൾ ചെയ്യുന്നവരാണ്. അത് അള്ളാഹുവിന്റെ നരകം വാങ്ങിത്തരുന്ന പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം അത്തരം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നതിന്റെ കൂടെ മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം നൽകിയ മതമാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് ആസ്വാദനം ആവശ്യമുണ്ടോ? വിവാഹം കഴിക്കാൻ പറഞ്ഞില്ലേ ഇസ്ലാം? ശാരീരികമായി ഒരു സ്ത്രീയുമായി സംസർഗത്തിൽ ഏർപ്പെടണമെങ്കിൽ, ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ, അതിനാണ് ഇസ്ലാം വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്, വിവാഹം കൽപ്പിച്ചു തന്നത്. വിവാഹം കഴിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അഥവാ മനുഷ്യന്റെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണം നടത്തേണ്ടതല്ല ഇസ്ലാമിന്റെ നിയമം. സന്യാസം സ്വീകരിക്കുന്നവൻ ഈ ദീനിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മറിച്ച് വിവാഹം കഴിക്കണം, അതെന്റെ സുന്നത്താണ്, നിക്കാഹു മിൻ സുന്നത്തി. എന്തിനാണത്? മനുഷ്യനെ പടച്ചോനറിയാം, അവന്റെ ശരീരത്തിന് ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കാനുള്ള സംവിധാനം റബ്ബ് നിശ്ചയിച്ചു തന്നു. ആ വഴിയെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ വഴിയിലൂടെ മാത്രമേ മനുഷ്യന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടത്താൻ പാടുള്ളൂ. അതല്ലാതെ കണ്ണുകൊണ്ട് കാണാൻ, കാതുകൊണ്ട് കേൾക്കാൻ, അരുതായ്മകളിലൂടെ സഞ്ചരിച്ചാൽ അത് പാപമാണ് എന്ന് തിരിച്ചറിയാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ദിവസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉറച്ച തീരുമാനമെടുത്ത് വരാൻ പോകുന്ന ഇന്ന് ഒരു ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി, ഇന്നും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വാഭാവികമായും ഏതെല്ലാം നന്മകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. പണ്ഡിതന്മാർ അതിന് നൽകിയ മറുപടി
നമ്മളാരും പുതിയ നന്മകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പൂർത്തീകരിച്ച് തന്നിട്ടാണ് വിട പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നന്മയാണ് എന്ന് പഠിപ്പിച്ച ഏതൊരു കാര്യവും ഈ സമയത്ത് നമുക്ക് ചെയ്യാം. അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ വിഷയമാണ്. നമസ്കാരം, ഫർളായ നമസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സുബഹി ജമാഅത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. ആ ഖുതുബ കേട്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ. എത്രമാത്രം അത് നമ്മളിൽ സ്വാധീനമുണ്ടാക്കിയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പള്ളിയിൽ പോകാത്ത, സുബഹിക്ക് പോകാത്ത എത്രയോ ആളുകൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ടിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടിട്ട് ആ വാക്കുകളെ തള്ളിക്കളഞ്ഞവരാണോ, അവഗണിച്ചവരാണോ നമ്മളെന്ന് സ്വയം ചോദിക്കുക. നന്മകൾ അതാണ്. നബിയുടെ വാക്കുകൾ കേട്ടാൽ ആ വാക്കുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ചെയ്യാൻ മത്സരിക്കുന്ന ആളുകളാകണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വർണത്തിൻ്റെ മോതിരം, പ്രവാചകൻ ധരിച്ച മോതിരം ഊരി നബി വലിച്ചെറിയുന്നുണ്ട്. അത് കണ്ട സ്വഹാബികൾ അവരും അവരുടെ ശരീരത്തിൽ നിന്ന് സ്വർണം ഒഴിവാക്കി. മറ്റു ചില സ്വഹാബികൾ പറഞ്ഞു, എന്തിനാണത് വലിച്ചെറിയുന്നത്? ആ സ്വർണം നിങ്ങൾ എടുത്തോളൂ, എന്നിട്ട് നിങ്ങളത് വിറ്റോളൂ, അതിൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? അവർ പറഞ്ഞൊരു വാചകം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊരിയെറിഞ്ഞ ഒന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചെടുത്തിട്ടില്ല, ഞങ്ങളും എടുക്കില്ല എന്നാണ്. അങ്ങനെയാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതും പ്രവാചക തിരുമേനിയെ സ്വീകരിച്ചതും. അതുകൊണ്ട് നമ്മൾ എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും എവിടെയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളിൽ ഉള്ളതാണ് എങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നത് നമസ്കാരമാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേത നമസ്കാരമാണ്. അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. സ്വലാത്തു ലിവക്തിഹ അയ്യുൽ അമാലി അഫ്ളൽ, നബിയോടുള്ള ചോദ്യമാണ്. അപ്പൊ നബി പറഞ്ഞ മറുപടി എന്താ? അസ്സലാത്തു ലിവക്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബ് സുന്നത്തുകളുണ്ട്. ദുഹാ നമസ്കാരമുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, തഹിയ്യത്ത് നമസ്കാരമുണ്ട്, വുദൂഇന് ശേഷമുള്ള നമസ്കാരം. ഒരു ദിവസം 76 റക്അത്ത് നിസ്കാരമുണ്ട്. വിശദീകരിക്കപ്പം നമ്മുടെ മുമ്പിൽ സമയമല്ല. ഒരൊറ്റ ദിവസം ഫറലടക്കം 76 റക്അത്ത് നമസ്കാരം നിർവഹിക്കാൻ വിശ്വാസികൾക്ക് കഴിയും. നമ്മൾ എത്ര നിസ്കരിക്കലുള്ളത് എന്ന് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? നമസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. രണ്ടാമത്തെ നോമ്പാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ സലഫുകളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ 9 ദിവസവും നോമ്പ് നോൽക്കാനാണ്. പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസിന്റെ ഒരു ലഫ്ദിനെ മനസ്സിലാക്കിയ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. എന്തായാലും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസം വരെ നോമ്പ് നോൽ, അല്ല 9ലെ നോമ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തെളിവുമില്ല എന്ന് വിചാരിക്കുക, ഒരു ഹദീത്തുമില്ല എന്ന് വിചാരിക്കുക. ആ ഹദീത്തുകൾ ഇല്ലെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കണമെന്ന ഹദീത്തുണ്ട്. ആ ഹദീത്ത് വെച്ച് നോമ്പ് നോൽക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുക, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ നോമ്പിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. നമുക്കൊരു പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഈ സമയം. തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. തക്ബീറിനെ കുറിച്ച് സാധാരണ പറയാ മുത്ലഖായ തക്ബീർ ഉണ്ട്, അതേപോലെ തന്നെ മുഖയ്യിദായ തക്ബീറുകളുണ്ട്. എന്താണ് ഈ മുത്ലഖായ തക്ബീർ? മുത്ലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്തെല്ലാം തക്ബീർ ചെല്ലാം. ഈ ദിവസങ്ങളിൽ ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെല്ലാം, എപ്പോഴും ചെല്ലാം. അങ്ങാടിയിലേക്ക് പോകണം, നമുക്ക് തക്ബീർ ചെല്ലാം. ആരുമില്ല നമ്മുടെ കൂടെ, നമുക്ക് ഒറ്റയ്ക്ക് ചെല്ലാം. വണ്ടിയിൽ പോകണം, തക്ബീർ ചെല്ലാം. അത് അനുവദിക്കപ്പെട്ട ദിവസമാണിത്, സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അധികരിപ്പിക്കേണ്ട ഒരു നന്മയാണ് തക്ബീറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറുകൾ എന്ത് ചെയ്യുക? നമ്മൾ കണക്കില്ലാതെ ചെല്ലുക. അതാണ് മുത്ലഖായ തക്ബീർ. മുഖയ്യിദായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലെ ദുൽഹിജ്ജ മാസത്തിലെ പ്രത്യേകം അറഫാ ദിനത്തിലെ ഫജ്ർ മുതൽ, അറഫാ ദിവസത്തിലെ ഫജ്ർ മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തിലെ മഗ്രിബ് വരെ, അഥവാ ദുൽഹിജ്ജ 13ലെ മഗ്രിബ് നമസ്കാരം വരെ നിർവഹിക്കാവുന്ന തക്ബീറിനാണ് തക്ബീറുൽ മുഖയ്യിദ് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു സുബൈർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങാടിയിൽ വെച്ചൊക്കെ അവരെ തക്ബീർ ചൊല്ലുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ എന്താ?
തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, തഹ്മീദുകൾ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി ബുക്റതൻ വാസില എന്ന് പറയുന്ന ദിക്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ വർദ്ധിപ്പിക്കുക. നാലാമത്തെ കാര്യം, എല്ലാ നന്മകളും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യല്, ഖുർആൻ ഓതല്, അതേപോലെ തന്നെ പിന്നെ ആളുകളെ സഹായിക്കല്, ആളുകളോട് എന്തൊക്കെ നന്മയുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഈ സമയത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അത് ഈ സമയത്ത് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ഉദ്ഹിയ്യത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ, അതിന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ നമ്മൾ വിശാലമായി പറഞ്ഞ കാര്യമാണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. അത് പ്രബലമായ സുന്നത്താണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അവസാനമായി അറഫ നോമ്പാണ്. ദുൽഹിജ്ജ 9 അറഫ ദിവസം, ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. ഒരു സംശയം ആളുകളുടെ മനസ്സിലുണ്ട്, അറഫ നോമ്പ് എപ്പോഴാണ് നോൽക്കേണ്ടത്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ദുൽഹിജ്ജ 2 നമുക്ക് പെരുന്നാൾ, ബലി പെരുന്നാൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10 ശനിയാഴ്ചയാണ്. നമുക്ക് ദുൽഹിജ്ജ 9 എന്ന അത് വെള്ളിയാഴ്ചയാണ്, അടുത്ത വെള്ളിയാഴ്ചയാണ്. എന്നാണ് ഈ നോമ്പ് നോൽക്കേണ്ടത്? ദുൽഹിജ്ജ 9 ഈ നോമ്പ് നോൽക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ പറയും അറഫ ദിവസത്തിലല്ലേ ഈ നോമ്പ് നോൽക്കേണ്ടത്? സൗദി അറേബ്യയിൽ അറഫ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അവിടെ ഹജ്ജുൽ അക്ബർ, അവിടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാ ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ അവർ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ അറഫ നോമ്പ് നോൽക്കുക? അവിടെ നമ്മൾ മനസ്സിലാക്കണം, അടിവരായിട്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പി ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കാനാണ്. മക്കയിലേക്ക് നോക്കി, സൗദി അറേബ്യയിലേക്ക് നോക്കി അവർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോമ്പ് നോൽക്കണമെന്ന കൽപ്പനയല്ല. അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ എന്നാണോ ദുൽഹിജ്ജ 9 അന്ന് നമ്മൾ നോമ്പ് നോൽക്കണം. എന്നാൽ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അവരുടെ വാദത്തിലെ വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. സഹോദരങ്ങളെ, സൗദി അറേബ്യയിലെ ആളുകൾ അവർ അറഫയിൽ നിൽക്കുന്ന സമയം, ആ സമയത്ത് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് അറഫ നോമ്പ് എങ്കിൽ, അറഫയിൽ ഹാജിമാര് സമ്മേളിക്കുന്ന സമയം രാത്രി ഉള്ള സ്ഥലങ്ങളുണ്ട്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയം മുഴുവനും രാത്രിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരെങ്ങനെ നോമ്പ് നോക്കുക? ഇസ്ലാമിലെ ഒരു നിയമവും അപ്രായോഗികമായ നിയമം ഉണ്ടാവില്ല. ഇസ്ലാമിൽ ഏതൊരു നിയമം പ്രായോഗികമായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിയമമായിരിക്കും. അതുകൊണ്ട് തന്നെ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടല്ല അറഫ നോമ്പ്, മറിച്ച് ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. ആ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ ആ നോമ്പിലൂടെ പൊറുക്കപ്പെടും. അതുകൊണ്ട് മുഴുവൻ സഹോദരങ്ങളും, ആരോഗ്യമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന്റെ ഇടയിൽ കടന്നു വരുന്ന, ഇന്നലെ വ്യാഴാഴ്ചയായി, ഇന്നലെ നോമ്പുണ്ടായിരുന്നു, ഈ തിങ്കളാഴ്ച നമുക്ക് എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാം. വരുന്ന തിങ്കളാഴ്ച നോക്കാം. സാധിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കാം. അങ്ങനെ നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ, സമ്പന്നമായ 10 ദിവസമാക്കി മാറ്റാൻ ഈ ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. മഴക്കെടുതി കാരണം പ്രയാസം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. വീട്ടിൽ വെള്ളം കയറിയ ആളുകളുണ്ട്, കിണറുകൾ നഷ്ടമായ ആളുകൾ, മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ. അല്ലാഹു എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.